ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എം ജസ്റ്റ് നോളജ് അപ്പ്. ഞാൻ എം ജെ. അപ്പോൾ നമ്മളെന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ +2 ഫിസിക്സിലെ മറ്റൊരു ഡെറിവേഷനുമായിട്ടാണ്. നാളെയും നിങ്ങൾ ഫൈനൽ എക്സാമിനൊക്കെ ഷുവറായിട്ട് കാണാൻ പോകുന്ന ഒരു ഡെറിവേഷനാണ് പ്രിസം ഫോർമുല ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നമുക്ക് പറഞ്ഞു വെക്കാം എന്ത് ചെയ്യും, ഡെറിവേഷനിലേക്ക് പോകാം. ഇത് ഏകദേശം നല്ല മാർക്ക് തന്നെയാണ് ചോദിക്കാറ്, 4-5 മാർക്കിലൊക്കെയാണ് ഡെറിവേഷൻ തന്നെ ചോദിക്കാറുള്ളത്. സോ അത്രയും കുറച്ച് അടിപൊളി ഡെറിവേഷനാണ്, നല്ല സിമ്പിളായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഡെറിവേഷനാണ്. അപ്പോൾ നമ്മൾ നോക്കി നോക്കാം. നമ്മളൊരു പ്രിസം എടുക്കുകയാണെന്ന് വിചാരിക്കാം. ഇതാണ് എൻ്റെ പ്രിസം, ഞാൻ എടുക്കുന്ന ഒരു പ്രിസമാണ്. ഈ പ്രിസത്തിൽ നടക്കുന്ന ഒരു കാര്യങ്ങളാണ്, അല്ലെങ്കിൽ പ്രിസവുമായി ബന്ധപ്പെട്ട പ്രിസത്തിന്റെ ഇക്വേഷനെ കുറിച്ചാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. സോ ഈ ഒരു പ്രിസം ഞാൻ ജനറലി കൺസിഡർ ചെയ്തിട്ടുണ്ട്. അതിന് ഞാൻ പേര് വിളിക്കുകയാണ്. ജസ്റ്റ് എന്ത് ചെയ്യാണ്, ABC എന്ന് പേര് കൊടുക്കുകയാണ്. ഈ പ്രിസത്തിന് എന്ത് പേര് കൊടുക്കുകയാണ്? ABC എന്ന് പേര് കൊടുക്കുകയാണ്. സോ ഈ പ്രിസത്തിന് ഞാൻ കൊടുക്കുന്ന പേര് ABC എന്നാണ്. ഈ A എന്ന് പറയുന്ന ഈ ആംഗിളിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, അതായത് ഈ A നിൽക്കുന്ന ഭാഗത്തുള്ള ഈ ആംഗിളിനെയാണ് നമ്മൾ ബേസിക്കലി ആംഗിൾ ഓഫ് പ്രിസം എന്ന് പറയാറുള്ളത്. ഈ BC എന്ന് പറയുന്ന പോർഷനാണ് നമ്മൾ എന്തെന്ന് പറയാ, ബേസ് ഓഫ് ദ പ്രിസം എന്ന് പറയാം. അതൊന്നും ഓർത്ത് വെച്ചാൽ മതി. ഇനി ഒരു ലൈറ്റർ, ഞാനിവിടെ ലൈറ്റർ ഇതാ ഈ പ്രിസത്തിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ചെരിഞ്ഞ് പതിക്കുന്നുണ്ട്, ഒബ്ലീക്കലി എന്ത് ചെയ്യുന്നുണ്ട്, ഇതിലേക്ക് ഇൻസിഡന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു കാര്യം ഉറപ്പാണ്, എന്ത് ചെയ്യും, റിഫ്രാക്ഷൻ സംഭവിക്കും. കാരണം ഇവിടെ ഒരു പ്രിസം ഗ്ലാസ് കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഗ്ലാസ് പ്രിസത്തിനെ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. സോ ഗ്ലാസിൻ്റെതും എയറിന്റെയും എന്ത് ഡെൻസിറ്റി വ്യത്യാസം ഉണ്ടായിരിക്കുമല്ലോ. അത് കാരണം തന്നെ എന്ത് ചെയ്യും, അതിന്റെ ഡെൻസിറ്റി വ്യത്യാസം ഉള്ളത് കാരണം തന്നെ ഇതിന് ഉറപ്പായിട്ടും ഡീവിയേഷൻ സംഭവിക്കുമല്ലോ, ഉറപ്പായിട്ട് സംഭവിക്കും. അപ്പൊ ഡീവിയേഷൻ സംഭവിക്കുന്ന ഒരു കാര്യത്തിൽ ഉറപ്പാണ്. അതെങ്ങനെയാണ് ഡീവിയേഷൻ നമ്മൾ തീരുമാനിക്കുക? ഇവിടുന്ന് ഒരു നോർമൽ വരച്ച് നോക്കിയാൽ മതി. സോ ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടുന്ന് ഒരു നോർമൽ വരച്ച് കാണിച്ചാൽ അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടി ഐഡിയ കിട്ടും. ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്, ഒരു നോർമൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരക്കുക, 90 ഡിഗ്രിയിൽ കറക്റ്റ് വരക്കാണ്. ആ 90 ഡിഗ്രിയിൽ എന്ത് ചെയ്യും, ഇയാൾ ഇങ്ങോട്ടേക്ക് ചെരിഞ്ഞ് നേരെ എന്ത് ചെയ്യും, ഇയാൾ നേരെ ഇങ്ങനെ ചെരിഞ്ഞ് ഉള്ളിലേക്ക് കയറും. കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ നിങ്ങൾക്കറിയാം, നോർമലുമായിട്ട് ഇൻസിഡന്റ് റേ ഉണ്ടാക്കുന്ന ഈ ആംഗിൾ ആണ് എന്ത്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി ഈ ചെരിഞ്ഞ് വന്ന സാധനം വീണ്ടും ഗ്ലാസ്സിൽ നിന്ന് മറ്റൊരു മീഡിയം ആയിട്ടുള്ള എയറിലേക്ക് പുറത്തേക്ക് പോകാൻ നിൽക്കുക. അവിടെ വെച്ച് വീണ്ടും ഡീവിയേഷൻ നടക്കും. സർഫസ് ഓഫ് സെപ്പറേഷൻ വെച്ച് എന്ത് ചെയ്യും, വീണ്ടും ഡീവിയേഷൻ നടക്കും, അല്ലെങ്കിൽ റിഫ്രാക്ഷൻ നടക്കും. അപ്പൊ നമ്മൾ അത് അറിയാൻ വേണ്ടി വീണ്ടും ഇവിടെ ഒരു നോർമൽ വരച്ച് നോക്കുകയാണ്. കറക്റ്റ് ഏകദേശം 90 ഡിഗ്രി സ്കെയിൽ വെച്ച് വരക്കണം. നിങ്ങൾ മനസ്സിലായല്ലോ. ഇതുപോലെ ഒരു നോർമൽ ഞാൻ വരച്ച് നോക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യും, അപ്പൊ എന്ത് ചെയ്യും, ഈ ലൈറ്റ് എന്ത് ചെയ്യും, വീണ്ടും ഡീവിയേറ്റ് ചെയ്ത് എന്ത് ചെയ്യും, പുറത്തേക്ക് ഇറങ്ങും. ഇതുപോലെ എന്ത് ചെയ്യും, പുറത്തേക്ക് ഇറങ്ങും. മനസ്സിലായല്ലോ. അതായത് നിങ്ങൾ സാധാരണ പല കേസിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും, നോർമൽ നടക്കുന്നു അകലുന്നു. അപ്പൊ എയറും ഞാൻ എന്ത് ചെയ്യാണ്, ഒരു എയറും ഗ്ലാസും വെച്ചുള്ള രീതിയിലാണ് ഇത് വരച്ചിട്ടുള്ളത്. ഇങ്ങനെ വരച്ച് പഠിച്ചാൽ മതി. മനസ്സിലായല്ലോ. ഉള്ളിലേക്ക് കയറുന്നു, വീണ്ടും ഉള്ളിലേക്ക് കയറുന്നു, ഡീവിയേഷൻ സംഭവിച്ച് വീണ്ടും പുറത്തേക്ക് ഇറങ്ങുന്നു. മനസ്സിലായല്ലോ. ഡൗട്ട് ഒന്നുമില്ലല്ലോ. കൃത്യമായിട്ട് നോർമലും വരച്ചിട്ടുണ്ട്. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇങ്ങനെ ആലോചിക്കുക, ഇത് ഇൻസിഡന്റ് ആംഗിൾ അല്ലേ. ഇനി ഈ ഇൻസിഡന്റ് ആംഗിളും ഇത് ഇൻസിഡന്റ് ആംഗിൾ ആണെന്ന് മനസ്സിലായി. ഇത് ഈ ഇൻസിഡന്റ് റേ ആണ്. ഇൻസിഡന്റ് റേ കഴിഞ്ഞ് റിഫ്രാക്ഷൻ സംഭവിച്ച റേ അല്ലേണം. ഇൻസിഡന്റ് ആയ റിഫ്രാക്ട് ചെയ്ത റേ അല്ലേ ഈ പോകുന്ന ഈ റേ. അതിനൊരു പേര് കൊടുക്കുകയാണെങ്കിൽ ഇതിനെ PQRS എന്ന് വിളിക്കുകയാണെങ്കിൽ ഈ QR എന്ന് പറയുന്നത് ഒരു റിഫ്രാക്റ്റഡ് റേ ആണോ അല്ലേ? ആണ്. അങ്ങനെയെങ്കിൽ ഈ റിഫ്രാക്റ്റഡ് റേയും നോർമലും തമ്മിലുള്ള ആംഗിൾ എന്തായിരിക്കണം? റിഫ്രാക്റ്റഡ് ആംഗിൾ ആയിരിക്കണ്ടേ? ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇനി ബാക്കിയൊക്കെ ഈ ഭാഗമാണ് മറന്നാൽ കേട്ടോ, ഈ ഭാഗം അങ്ങോട്ട് മറന്നാലും ഇനി ഈ റേ നേരെ വന്ന് ഗ്ലാസ്സിൽ ഇൻസിഡന്റ് ചെയ്യുന്ന പോലെ മനസ്സിലായി. ഈ ബാക്കി ഭാഗങ്ങളൊക്കെ മറന്ന് ഈ റേ നേരെ വന്ന് ഗ്ലാസ്സിൽ ഇൻസിഡന്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ ശരിക്കും ഒരു ഇൻസിഡന്റ് ആംഗിൾ അല്ലേ? ഇനി ഈ വന്ന ഇൻസിഡന്റ് പുറത്തേക്ക് റിഫ്രാക്ട് ചെയ്ത് പോവല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതൊരു റിഫ്രാക്റ്റഡ് ആംഗിൾ അല്ലേ? ആണ്. ഇനി നമ്മുടെ ഡെറിവേഷന്റെ കൺവീനിയൻസ് വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഈ ആദ്യം കാണുന്ന റിഫ്രാക്റ്റഡ് ആംഗിളിന് R1 എന്ന് പേര് കൊടുക്കുകയാണ്. ഇത് R1 ആണെങ്കിൽ ഈ ഇൻസിഡന്റ് ആംഗിളിനെ മാറ്റി എളുപ്പത്തിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യാണ്, R2 എന്ന് പേര് കൊടുക്കുകയാണ്. ഇനി നിങ്ങളൊരു കാര്യം പഠിച്ചിട്ടുണ്ടാവും, അതായത് ഒരു കുറെ റിഫ്രാക്ഷൻ നടന്ന് ലാസ്റ്റ് പുറത്തേക്ക് ഇറങ്ങുന്ന റേ ആണ് എമർജന്റ് റേ. സോ ഈ ആംഗിൾ ഇതാണ് എമർജന്റ് റേ. ലാസ്റ്റ് പുറത്തേക്ക് ഇറങ്ങുന്ന റേ ആണ് എമർജന്റ് റേ. സോ എമർജന്റ് റേയും നോർമലുമായിട്ടുള്ള ആംഗിൾ ഞാൻ എമർജന്റ് ആംഗിൾ എന്ന് കൊടുക്കുകയാണ്. അതും ഒരു റിഫ്രാക്റ്റഡ് ആംഗിൾ തന്നെയാണ്. അതിനെ നമ്മൾ ഒരു പ്രത്യേക പേര് വിളിക്കും. അതാണ് എമർജന്റ് ആംഗിൾ എന്നാണ് വിളിക്കുക. ഈ എന്നങ്ങ് സൂചിപ്പിക്കുക. കുഴപ്പമൊന്നുമില്ലല്ലോ. നിങ്ങളുടെ ഡെറിവേഷൻ ഇത്ര ആലോചിച്ചാൽ മതി. ഇത് I, ഇത് E, ഇത് R1, ഇത് R2. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ശരിക്കും ഈ ലൈറ്ററെ ഈ പ്രിസം ഇല്ലായിരുന്നെങ്കിൽ ഇങ്ങനെ അങ്ങോട്ടേക്ക് പോകില്ലായിരുന്നു, ഇങ്ങനെ അങ്ങോട്ട് പോകിയിരുന്നു അല്ലേ? അതായത് ഇങ്ങനെ പോവേണ്ടിയിരുന്ന ഈ ലൈറ്ററെ പെട്ടെന്ന് എത്രയായി, ഇങ്ങനെ പോയിരുന്ന പെട്ടെന്ന് തിരിഞ്ഞത് ഇങ്ങനെ എന്ന് പറയുമ്പം, ഇങ്ങനെ പോവേണ്ടിയിരുന്ന സ്ഥാനത്ത് ഇവിടെ നോക്കുമ്പോൾ ഇങ്ങനെ പോയി എന്ന് പറയുമ്പോൾ ഈ സാധനം എത്ര ഡീവിയേറ്റ് ചെയ്തതാ? അതായത് ഇത്രയും ആംഗിൾ ഡീവിയേഷൻ സംഭവിച്ചില്ലേ? ഈ
ഡീവിയേറ്റ് ചെയ്ത ആംഗിളിന് ഞാൻ സ്മോൾ ലെറ്റർ ഡി എന്ന് കൊടുക്കുകയാണ്, അഥവാ ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. നേരെ പോയിന്റ് സാധനം ഇങ്ങനെ പോയോണ്ട് ആ ആംഗിൾ നമ്മൾ എന്ത് ചെയ്യാണ്, ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്ന് കൊടുക്കുകയാണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായാലും ഒന്നും കൂടെ, പി ക്യു എന്ന് പറയുന്നത് ഇൻസിഡന്റ് റേ ആണ്. സോ നോർമലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ഇൻസിഡന്റ് ആംഗിൾ. ഈ ഒരു ക്യു ആർ എന്ന് പറയുന്നത് ഒരു റിഫ്രാക്റ്റഡ് റേ ആണ്. സോ ഈ ആംഗിളിന് കൺവീനിയൻസിന് വേണ്ടി R1 എന്ന് വിളിച്ചു. ഇനി ഈ പോയി തട്ടുന്നത് വീണ്ടും ഒരു ഇൻസിഡന്റ് ആംഗിൾ ആണെങ്കിൽ കൺവീനിയൻസിന് വേണ്ടി R2 എന്ന് വിളിച്ചു. ലാസ്റ്റ് പുറത്തേക്ക് ഇറങ്ങുന്ന എമർജന്റ് റേ ആണ്, ഈ ആംഗിളിനെ എമർജന്റ് ആംഗിൾ എന്ന് വിളിച്ചു. നോർമൽ വരക്കാൻ മറക്കരുത്. പിന്നെ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോയതുകൊണ്ട് അവിടെ ചെറിയൊരു ആംഗിൾ ഡീവിയേറ്റ് ചെയ്തിട്ടുണ്ട്, ആ ആംഗിളിന്റെ സ്മോൾ ലെറ്റർ ഡി അഥവാ ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്ന് കൊടുത്തു. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി ഞാൻ വെറുതെ എൻ്റെ ഒരു കൺവീനിയൻസിന് വേണ്ടി ഈ പോയിന്റിനെ ഞാൻ എന്ത് ചെയ്യാണ്, ഒരു എം എന്ന് വിളിക്കുകയാണ്, ഈ പോയിന്റ് ഞാൻ ഒരു എൻ എന്ന് വിളിക്കുകയാണ്. നമുക്ക് കുറെ കാര്യങ്ങൾക്ക് ഇതിൽ ചർച്ച ചെയ്യാം, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി നമ്മൾ ഡെറിവേഷനിലേക്ക് കടക്കാൻ പോവുകയാണ്. ഓക്കെ ആണല്ലോ. ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ കിട്ടിയ പാട് ചെയ്യേണ്ടത് ഒരു ക്വാഡ്രിലാറ്ററൽ കൺസിഡർ ചെയ്യലാണ്. കൺസിഡർ ദ ക്വാഡ്രിലാറ്ററൽ, കൺസിഡർ ദ ക്വാഡ്രിലാറ്ററൽ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ക്വാഡ്രിലാറ്ററൽ ഒന്ന് കൺസിഡർ ചെയ്യട്ടോ. ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുമ്പോൾ 4 വശമുള്ള സാധനം. ഇതാണ് ഞാൻ എടുക്കുന്നത്, എ ക്യു എൻ ആർ. ആരെടുക്കുന്നത്, എ ക്യു എൻ ആർ എന്ന് പറയുന്ന ഈ ക്വാഡ്രിലാറ്ററൽ ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കിയേ. എ ക്യു എൻ ആർ ഈ ക്വാഡ്രിലാറ്ററൽ കൺസിഡർ ചെയ്യുമ്പോൾ ഒരു ക്വാഡ്രിലാറ്ററലിന്റെ മൊത്തം ആംഗിൾ 4 ആംഗിൾ കൂട്ടിയാൽ 360 കിട്ടും അറിയാലോ. അങ്ങനെയെങ്കിൽ ഇവിടെ ഒരു കാര്യം ഉറപ്പാണ്, ഇത് നോർമൽ അല്ലേടാ. നിങ്ങൾ നോക്കിയത് നമ്മൾ വരച്ച നോർമൽ അല്ലേ. സോ ഈ ആംഗിൾ എത്ര ആയിക്കോട്ടെ, ഈ മൊത്തം ആംഗിൾ 90 ഡിഗ്രി ആയിക്കുമല്ലോ. ഇനി ഇതും മറ്റൊരു നോർമൽ അല്ലേടാ. അപ്പൊ ഈ ആംഗിൾ മൊത്തം 90 ഡിഗ്രി ആയിക്കൂലേ. ബാക്കിയുള്ള 2 ആംഗിൾ ഏതൊക്കെയാണ്, ആംഗിൾ എയും ഉണ്ട് ആംഗിൾ എന്നും ഉണ്ട്. അത് രണ്ടും കൂടി ആഡ് ചെയ്തപ്പോൾ എത്ര കിട്ടണം, ഇത് രണ്ടും കൂടി ആഡ് ചെയ്തപ്പോഴേ 180 കിട്ടി, മൊത്തം 300. സോ ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് എത്ര കിട്ടണം, ബാക്കി 180 കിട്ടണ്ടാ. അത്രയും ആലോചിച്ചാൽ മതി. നിങ്ങൾ കിട്ടിയ വേറെ ഒന്നും ആലോചിക്കണ്ട, ഇതും കൂടി കൂട്ടിയാൽ 180 കിട്ടും ആലോചിച്ചാൽ മതി. എ പ്ലസ് എൻ ആണ് എത്ര കിട്ടും, 180 ഡിഗ്രി. അതെങ്ങനെയാ വന്നത്, 180 കിട്ടും ആലോചിച്ചാൽ മതി. ആംഗിൾ എ വന്നത് ജസ്റ്റ് എയും എന്നും കൂട്ടിയാൽ 180 കിട്ടും. എങ്ങനെയാന്ന് മനസ്സിലായല്ലോ. അത് 4 ആംഗിൾ ഉണ്ടായിരിക്കും. ഒന്ന് ഇത് മൊത്തം, മറ്റൊന്ന് ഇത് മൊത്തമാണ്. ഇത് നോർമൽ ആയതുകൊണ്ട് ഇത് നോർമൽ ആയതുകൊണ്ട് ഇതും 90 ഡിഗ്രി ആയിരിക്കും. ബാക്കി 90 180 പോയാൽ 360 ബാക്കി 180 ഉണ്ടായിരിക്കുള്ളൂ. സോ ബാക്കിയുള്ള 2 ആംഗിൾ കൂട്ടി 180 കിട്ടണം. ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് അവിടെ എടുക്കട്ടെ. ആദ്യത്തെ കാര്യം മനസ്സിലായല്ലോ, ഡൗട്ട് ഒന്നുമില്ലല്ലോ. ആദ്യം ഇപ്പോൾ നമ്മൾ ക്വാഡ്രിലാറ്ററൽ കൺസിഡർ ചെയ്തു, 4 വശത്താണ് ആദ്യം കൺസിഡർ ചെയ്ത്. ഇനി ഒരു 3 വശമുള്ള ട്രയാംഗിൾ കൺസിഡർ ചെയ്യാം. കൺസിഡർ ട്രയാംഗിൾ. ആദ്യം 4 വശം പിന്നെ 3 വശമാണ്. കൺസിഡർ ട്രയാംഗിൾ. നിങ്ങൾ കൺസിഡർ ചെയ്യുന്ന ട്രയാംഗിൾ ഇതാണ്, ക്യു ആർ എൻ അല്ലെങ്കിൽ ക്യു എൻ ആർ കൺസിഡർ ചെയ്യുക. ഈ ക്യു എൻ ആർ ഒന്ന് കൺസിഡർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. ക്യു എൻ ആർ ഈ ട്രയാംഗിൾ ആണ് കൺസിഡർ ചെയ്യേണ്ടത്. ഒരു ട്രയാംഗിളിന്റെ മൊത്തം ആംഗിൾ കൂട്ടി എത്ര കിട്ടണം, 180 കിട്ടണ്ടേ. അപ്പം അതായത് ഈ R1 പ്ലസ് R2 പ്ലസ് എന്ത് ചെയ്യണം, ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എന്നും കൂടി കൂട്ടി എന്ത് ചെയ്യണം, 180 കിട്ടണം എന്ന് എഴുതണ്ടേ. ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിച്ച് നിങ്ങൾ ഇത് നോക്കി നോക്കിയടാ. ഇവിടെ എന്നുണ്ട്, ഇവിടെ എന്നുണ്ട്, ഇവിടെയും 180 ഉണ്ട്, ഇവിടെയും 180 ഉണ്ട്. അതിനർത്ഥം ഈ എ എന്ന് പറയുന്നത് ബേസിക്കലി ആരാണ്, R1 പ്ലസ് R2 അല്ലേ. സോ ഫ്രം 1 and 2 നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു കാര്യം പറയാൻ പറ്റും. എന്താണ്, ഈ ആംഗിൾ എ എന്ന് പറഞ്ഞാൽ ആരാണ്, R1 പ്ലസ് R2 ആണ്. ഇനി എന്ത് ചെയ്യുക, ഇത് 3ാമത്തെ ഇക്വേഷൻ ആയിട്ട് അവിടെ അങ്ങനെ ഇരുന്നോട്ടെ. ഇനി നിങ്ങൾ ഒരു കാര്യം കൂടി എക്സ്ട്രാ ഒന്ന് പഠിച്ചു വെക്കണം. എടാ നിങ്ങൾ മനസ്സിലാക്കുക, ഇത് മൊത്തം ഐ അല്ലേടാ. ഇതിന് കറക്റ്റ് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ അല്ലേ ഇത് മൊത്തം എന്ന് പറയുന്നത്. അപ്പം ഈ ആംഗിളും ഈ മൊത്തം ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു 2 എന്ത് ചെയ്യാണ്, ലൈൻ ഇങ്ങനെ ക്രോസ് ചെയ്യുന്ന പോലെ എടുത്തു കഴിഞ്ഞാൽ 2 പാരലൽ ലൈൻസ് അല്ലെങ്കിൽ 2 ലൈൻസ് ഇന്റർസെക്ട് ചെയ്യുമ്പോൾ ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. സോ ഇത് ഐ ആണെങ്കിൽ ഇത് മൊത്തം ഐ ആയിരിക്കും. പക്ഷെ ഓൾറെഡി ഈ ഒരു ചെറിയ കഷ്ണം R1 ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. സോ ഈ ചെറിയ കഷ്ണത്തിൽ ആയിരിക്കൂടാ, ഇത് മൊത്തം ഐ ആണ്, അതിൽ നിന്ന് R1 ഒഴിവാക്കിയ ബാക്കി I മൈനസ് R1 ആയിരിക്കും. അതുപോലെ തന്നെയാണ് ഇത് മൊത്തം ഇത് ഇ ആണെങ്കിൽ ഇത് മൊത്തം ഇ ആയിരിക്കും. കാരണം ഇതേമാതിരി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. ഇത് മൊത്തം ഇ ആയിരിക്കണം. ഇനി അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇതിക്ക് ചെറിയ കഷ്ണം R2 ആണ്. സോ ബാക്കിയുള്ള എന്തായിരിക്കും, മൊത്തം ഇയിൽ നിന്ന് R2 കുറച്ചായിരിക്കും. കിട്ടിയ പാട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഇത് ഐ ആണ്. സോ ഇത് I മൈനസ് R1, ഇത് ഇ ആണ്, ഇത് ഇ മൈനസ് R2 എന്നങ്ങ് എഴുതി വെച്ചാൽ മതി. ഇവിടെ R2 ആണെങ്കിൽ R2, R1 ആണെങ്കിൽ R1. മനസ്സിലായല്ലോ. ഇനി നിങ്ങൾ മറ്റൊരു ട്രയാംഗിൾ കൂടി ഒന്ന് കൺസിഡർ ചെയ്യണേ. അതും കൂടി ഒന്ന് കൺസിഡർ ചെയ്യും. ആദ്യം ഒരു 4 വശം, ഒരു 3 വശം, ഇനി അടുത്തൊരു 3 വശം കൂടെ. കൺസിഡർ ദ ട്രയാംഗിൾ. ഈ ട്രയാംഗിൾ ഒന്ന് കൺസിഡർ ചെയ്തത് നിങ്ങൾ QMR എന്ന് പറയുന്ന ഈ ട്രയാംഗിൾ ഒന്ന് കൺസിഡർ ചെയ്തതാ. ഈ ട്രയാംഗിൾ ഇനി നിങ്ങൾ മനസ്സിലാക്കണം മറ്റൊരു കാര്യം കൂടി ഉണ്ട്. ഒരു ട്രയാംഗിൾ ഞാൻ എടുക്കുകയാണ്,
അതിന്റെ ഈ ഈ എക്സ്റ്റീരിയർ പുറത്തുള്ള ആംഗിൾ, ട്രയാങ്കിളിന്റെ പുറത്തുള്ള ആംഗിൾ ഈ തീറ്റ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ആ തീറ്റ എന്ന് പറയുന്നത് ആർക്ക് ഈക്വൽ ആയിരിക്കും അറിയോ? ഇപ്പൊ ഇതൊരു ആൽഫയും ഇതൊരു ബീറ്റ ആണെങ്കിൽ അതിന്റെ ഇന്റീരിയർ ആംഗിൾസിന്റെ സമ്മിന് ഈക്വൽ ആയിരിക്കും. ആൽഫ പ്ലസ് ബീറ്റയ്ക്ക് ഈക്വൽ ആയിരിക്കും. എന്താണ് പുറത്തുള്ള ആംഗിൾ എന്ന് പറയുന്നത് ഉള്ളിലുള്ള രണ്ട് ആംഗിൾസിന് ഈക്വൽ ആയിരിക്കും. പുറത്തുള്ള ആംഗിൾ എന്ന് പറയുന്നത് ഉള്ളിലുള്ള ആംഗിളിന്റെ സമ്മിന് ഈക്വൽ ആയിരിക്കും. പുറത്തുള്ള ആംഗിൾ എന്ന് പറയുന്നത് ഉള്ളിലുള്ള ആംഗിളിന്റെ സമ്മിന് ഈക്വൽ ആയിരിക്കും എന്ന് പറയുമ്പോൾ ഈ ട്രയാംഗിൾ കൺസിഡർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി പുറത്തൊരു ആംഗിൾ കേൾക്കുന്നുണ്ട്, ആരാ? ഡി. അപ്പൊ ഈ ഡി എന്ന് പറയുന്നത് ആർക്ക് ഈക്വൽ ആയിക്കോടാ? ഈ ട്രയാംഗിൾ ഉള്ളിലുള്ള രണ്ട് ആംഗിൾ ഏതൊക്കെയാണ്? I മൈനസ് R1ഉം E മൈനസ് R2 ഈക്വൽ ആയിരിക്കും. I മൈനസ് R1ന്റെയും പ്ലസ് E മൈനസ് R2ന്റെയും സമ്മിന് ഈക്വൽ ആയിരിക്കും. എന്താണ് പുറത്തുള്ള ആംഗിൾ എന്ന് പറയുന്നത്? I മൈനസ് R1ന്റെയും E മൈനസ് R2ന്റെയും സമ്മിന് ഈക്വൽ ആയിരിക്കും. ഏത് കൺസെപ്റ്റ് പ്രകാരം? ഈ എക്സ്റ്റീരിയർ ആംഗിൾ ഈക്വൽ ടു സം ഓഫ് ഇന്റീരിയർ ആംഗിൾ എന്ന് പറയുന്ന കൺസെപ്റ്റ് പ്രകാരം. ഇനി ഞാൻ ഇതിൽ ചെറിയൊരു റീഅറേഞ്ച്മെന്റ് നടത്തുന്നുണ്ട്, നിങ്ങൾ നോക്കി നോക്കുക. ഈ ഐനെയും പ്ലസ് ഇ ആണല്ലോ, ഐ പോസിറ്റീവ് ആണ്, ഇ പോസിറ്റീവ് ആണ്, അവർ തമ്മിൽ ചേർത്ത് എഴുതുന്നുണ്ട്, കുഴപ്പമില്ലല്ലോ. ഇനി ബാക്കിയുള്ളത് ആരാ? ഒരു -R1 -R2 അല്ലേ ബാക്കിയുള്ളത്? രണ്ടിൽ നിന്നും ഒരു മൈനസ് പുറത്തേക്ക് എടുക്കുന്നു, രണ്ടിൽ ഒരു മൈനസ് പുറത്തേക്ക് എടുക്കുന്നു. ബാക്കി ആരായിരിക്കും ഉണ്ടാവുക? രണ്ടിനും മൈനസ് പുറത്തേക്ക് വന്നാൽ R1ൽ ബാക്കി -R1ൽ ബാക്കി ഒരു പ്ലസ് R1ഉം -R2ൽ ബാക്കി ഒരു പ്ലസ് R2ഉം ആയിരിക്കും ബാക്കി ഉണ്ടായിരിക്കുക. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. ചെറിയൊരു പണിയും കൂടിയുണ്ട്. I പ്ലസ് ഇ അതുപോലെ തന്നെ വെക്കുന്നു. ഈ R1 പ്ലസ് R2 ആരാടാ? എ അല്ലേ. സോ ഈ R1 പ്ലസ് R2ന് പകരം -A എന്ന് എനിക്ക് കൊടുത്തുകൂടെ? നാലാമത്തെ ഇക്വേഷൻ ആയിട്ട് അവിടെ അങ്ങനെ ഇരുന്നോട്ടെ. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പല്ലടാ, എനിക്ക് ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇങ്ങനെ മാറ്റിക്കൂടെ? ഇപ്പൊ ഞാൻ ലേസർ അടിക്കുകയാണെങ്കിൽ ഈ ലേസറിന്റെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എനിക്ക് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് കളിച്ചുകൂടെ? അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്? അങ്ങനെ ചേഞ്ച് ചെയ്ത് നോക്കിയപ്പം, അങ്ങനെ ചേഞ്ച് ചെയ്തോടുങ്ങനെ ഇരുന്നപ്പം ഒരു മിനിമം ഡീവിയേഷൻ പോയിന്റ് കിട്ടി. അതായത് അറ്റ് മിനിമം ഡീവിയേഷൻ, ഒരു മിനിമം ഡീവിയേഷൻ പോയിന്റിൽ ഞാൻ ഇപ്പൊ കാണിച്ചു തരാൻ എന്താ ഉദ്ദേശം എന്നുള്ളത്, ഒരു മിനിമം ഡീവിയേഷൻ. അതായത് നിങ്ങൾ ഒരു ചെറിയ ഗ്രാഫ് ഒന്ന് ആലോചിച്ച് വെച്ചാൽ മതി. ഈ ഒരു ഗ്രാഫ് ഒന്ന് ആലോചിച്ച് വെച്ചാൽ മതി, വേറെ ഒന്നും ആലോചിക്കണ്ട. പേര് ID കർവ് എന്നാണ് ഈ ഗ്രാഫിന്റെ പേര്. ഡെറിവേഷന്റെ കൂടെ തന്നെ എഴുതി കൊടുക്കേണ്ടതാണ്. ഇവിടെയാണ് നമ്മൾ I കൊടുക്കുക, ഇവിടെയാണ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ കൊടുക്കുക. ഞാൻ ആദ്യം ഇങ്ങനെ, അതായത് ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഇങ്ങനെ കൂട്ടി വന്നപ്പോൾ ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്ത് ചെയ്യാണ്? ഇങ്ങനെ കൂട്ടി വന്നപ്പം കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്തു? അതായത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ്. ഈ I ഇങ്ങനെ ഞാൻ കൂട്ടി വന്നപ്പോൾ D ഇങ്ങനെ കുറഞ്ഞു വന്നു. അതായത് ഞാൻ ആദ്യമൊക്കെ I ഇങ്ങനെ കൂട്ടി വന്നപ്പോൾ D ഇങ്ങനെ കുറഞ്ഞു വന്നു. ഒരു പെർട്ടിക്കുലർ പോയിന്റ് വരെ അത് കുറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഞാൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂട്ടിയപ്പം എന്ത് ചെയ്തു? ഡീവിയേഷന് കൂടാൻ തുടങ്ങി എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ കൂടാൻ തുടങ്ങി എന്ന് പറയുമ്പോൾ ഇത്രയും എത്തൂല, കുറച്ചേ കൂടാൻ തുടങ്ങിയിട്ടുള്ളൂ, ഇതിന്റെ അത്രയും എത്തൂല. ആദ്യം സംഭവിച്ചത് ഈ I ഇങ്ങനെ കൂട്ടി തുടങ്ങി, I ഇവിടെ 0 വെച്ച് I-നെ ഇങ്ങനെ കൂട്ടി കൊടുത്തു. അപ്പൊ കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്തു? D ഇങ്ങനെ കുറഞ്ഞു വന്നത്. I ഇങ്ങനെ കൂട്ടി വന്നപ്പോൾ D ഇങ്ങനെ കുറഞ്ഞു വന്നു. അതായത് ഇങ്ങനെ വെച്ചാൽ മതി, I ഇങ്ങനെ കൂട്ടി വന്നപ്പോൾ കറസ്പോണ്ടിങ് D ഇങ്ങനെ കുറഞ്ഞു വരികയാണ് ഒരു പെർട്ടിക്കുലർ പോയിന്റ് വരെ. ആ പോയിന്റ് ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാല് ആ പോയിന്റിന് ശേഷം എന്താ സംഭവിച്ചത്? I ഇങ്ങനെ കൂട്ടിയാലും D ഇങ്ങനെ കൂടുന്നു, I ഇങ്ങനെ കൂട്ടിയപ്പോൾ D ഇങ്ങനെ കൂടുന്നു. ഈ പോയിന്റിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ എന്ന് വിളിക്കുക. അറ്റ് മിനിമം ഡീവിയേഷൻ മീൻസ് അറ്റ് ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ. ഈ പോയിന്റ് ആണ് മിനിമം ഡീവിയേഷൻ പോയിന്റ്, ഏറ്റവും മിനിമം ഡീവിയേഷൻ കാണിക്കുന്ന പോയിന്റ് ആണ്. ഇതാണ് D. ആ ഡീവിയേഷൻ ഏറ്റവും മിനിമം ആയ പോയിന്റ് ആണ്. ആ മിനിമം ഡീവിയേഷൻ ഞാൻ എന്ത് ചെയ്യണം? സ്മോൾ DM എന്ന് കൊടുക്കുകയാണ്. എന്താണ്? ഈ ആക്സിസിലാണ് D ഉണ്ടായിരിക്കുക. സോ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ഡീവിയേഷൻ ഞാൻ എന്ത് ചെയ്യാണ്? മിനിമം ഡീവിയേഷൻ ക്യാപിറ്റൽ D സ്മോൾ DM എന്ന് കൊടുക്കുകയാണ്. ഇനി ഇവിടുത്തെ പ്രത്യേകത വെച്ചാൽ ഇവിടെ മിനിമം ഡീവിയേഷന്റെ സമയത്ത് എന്താണെന്നറിയോ? ഈ ഇൻസിഡന്റ് ആംഗിൾ ആർക്ക് ഈക്വൽ ആണെന്നറിയോ? എമർജന്റ് ആംഗിൾ. ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. അപ്പം അറ്റ് മിനിമം ഡീവിയേഷൻ എന്താണ്? ഈ സ്മോൾ ഡി ഞാൻ എന്ത് വിളിച്ചു? ക്യാപിറ്റൽ DM എന്ന് വിളിച്ചു. കൂടാതെ അവിടെ I എന്തായിട്ട് മാറും? E ആയിട്ട് മാറും. കൂടാതെ എന്തും ഒരു കണ്ടീഷൻ കൂടി ഉണ്ട്. ഈ പറയുന്ന ഈ R1ഉം R2 ഉണ്ടല്ലോ, അവരും ഈക്വൽ ആവും. R1ഉം R2ഉം ഈക്വൽ ആവും. ഞാൻ എന്റെ എളുപ്പത്തിന് വേണ്ടി സിംപിളി ഒരു R എന്നങ്ങ് പേര് കൊടുക്കാൻ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഈ കണ്ടീഷൻ മനസ്സിലാക്കി നമുക്ക് ഇനി ഒരു പണിയില്ല, ഓരോ ഇക്വേഷൻ ഇവരെ പിടിച്ച് അങ്ങോട്ട് കൊടുക്കുക. ആദ്യം നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് മൂന്നാമത്തെ ഇക്വേഷൻ ആണ്. അപ്പം therefore മൂന്നാമത്തെ ഇക്വേഷൻ ഇപ്പൊ എങ്ങനെയായിട്ട് മാറൂടാ? A ഈക്വൽ ടു R1ഉം R2ഉം ആർക്ക് ഈക്വൽ ആണ്? ഈ സമയത്ത് R-ന് ഈക്വൽ. സോ ഇതെന്തായിട്ട് മാറി? R1ന്റെ പകരം R എന്ന് കൊടുക്കാം, R2ന്റെ പകരം R എന്ന് കൊടുക്കാം. അപ്പൊ A ഈക്വൽ ടു 2R ആണ്. അപ്പൊ അങ്ങനെയെങ്കിൽ ഇവിടുന്ന് R-ന് ഒരു ഇക്വേഷൻ പറഞ്ഞടാ. R-ന് ഒരു ഇക്വേഷൻ പറഞ്ഞ A/2. എന്തിനാ R-ന് ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ച് Aക്ക് ഇക്വേഷൻ കണ്ടുപിടിക്കാതിരുന്നത്? R-ഉം I-യും ആണ് നമുക്ക് ആവശ്യം. കാരണം സ്നെൽസ് ലോ അപ്ലൈ ചെയ്യണമെങ്കിൽ രണ്ട് ആംഗിളാണ് ആവശ്യം. ഒന്ന് ആംഗിൾ ഓഫ് ഇൻസിഡൻസും മറ്റൊന്ന് ആംഗിൾ ഓഫ് റിഫ്രാക്ഷനുമാണ്. അതുകൊണ്ടാണ് ഇവിടുന്ന് R-നെ കണ്ടുപിടിച്ചത്. ഇനി നാലാമത്തെ
മറ്റൊരു ഇക്വേഷൻ കൂടി അതും കൂടി കൺസിഡർ ചെയ്തേ. ഓൾസോ നാലാമത്തെ ഇക്വേഷൻ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? ഡി ഈക്വൽ ടു ഐയും ഇയും സെയിം ആയില്ലേ. സോ ഐക്കും ആർക്കെങ്കിലും ഒരു പേര് കൊടുത്താൽ പോലെ ഐന് ജസ്റ്റ് ഐ എന്ന് തന്നെ കൊടുക്കുകയാണ്, പ്ലസ് ഇന്റെ പകരം ഞാൻ ഐ എന്ന് തന്നെ കൊടുത്തോട്ടെ, കാരണം ഐ ഈക്വൽ അല്ലേ. അപ്പൊ ഐ എന്ന് തന്നെ കൊടുക്കുകയാണ്, മൈനസ് ഈ എ അതുപോലെ തന്നെ ഒരു പ്രശ്നമില്ലല്ലോ. സോ ഡി ഈക്വൽ ടു ഇത് 2i മൈനസ് എ എന്നായിരടാ. ഈ എപ്പുറത്തേക്ക് കൊടുത്ത് നോക്കിയേ. അപ്പൊ ഡി പ്ലസ് ഡിന്റെ പകരമായി ഡി ആർ ഐ, അത് പറഞ്ഞ ഡി ആർ ഐ ഡി എം ഐ. സോ ഡി എം ഈക്വൽ ടു എന്നായിട്ട് മാറി ഉണ്ടാവും. സോ ഡി എമ്മിന്റെ അടുത്തേക്ക് എ വരുമ്പോൾ ഡി എം പ്ലസ് എ ഈക്വൽ ടു 2i. ഇവിടുന്ന് ഐക്ക് ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ചാ ഐ ഈക്വൽ ടു എന്താണ്? ഡി എം പ്ലസ് എ ബൈ 2 അല്ലേ. വേഗം ഒരു ചെറിയ പെട്ടിയിലാക്കുക, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി നമ്മൾ ഒറ്റ പണിയുള്ളൂ, സ്നെൽസ് ലോ അപ്ലൈ ചെയ്യുക. അപ്പൊ ബൈ സ്നെൽസ് ലോ പ്രകാരം നിങ്ങൾ കൺസിഡർ ചെയ്യുന്ന ഒറ്റ കാര്യം കൂടി ഉണ്ട്. ഈ പുറത്തുള്ള സ്ഥലത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n1 എന്നും ഈ പ്രിസത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n2 എന്നും കൂടി കൺസിഡർ ചെയ്തേക്കുക. അങ്ങനെയെങ്കിൽ സ്നെൽസ് ലോ പ്രകാരം എന്താണ്? സൈൻ ഐ ബൈ സൈൻ ആർ ഈക്വൽ ടു എന്തായിരിക്കും വരിക? n2 ബൈ n1 ആണ്. എവിടേക്കാണോ പോകുന്നത് ഡിവൈഡഡ് ബൈ എവിടുന്നാണോ പോകുന്നത് n2 ബൈ n1. സൈൻ ഐ ബൈ സൈൻ ആർ ഈക്വൽ ടു n2 ബൈ n1 ആണല്ലോ. ഇനി നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയ സൈൻ ഓഫ് ഈ ഐന്റെ പകരം എനിക്ക് ആരെ കൊടുക്കാം? ഐന്റെ പകരം എനിക്ക് ആരെ കൊടുക്കാം? ഡി എം പ്ലസ് എ ബൈ 2 എന്ന് കൊടുത്തൂടെ, ഓൾ ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് ആറിന്റെ പകരം എനിക്ക് സിംപ്ലി എ ബൈ 2 എന്ന് കൊടുത്തൂടെ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഈ n2 ബൈ n1 നമ്മൾ വളരെ എളുപ്പത്തിൽ ഇങ്ങനെ വിളിക്കാറുണ്ട്, n21. ഇതാണ് നിങ്ങളോട് ഡിറൈവ് ചെയ്യാൻ ചോദിക്കാറുള്ളത്. സോ ഈ ഡെറിവേഷൻ കൃത്യമായിട്ട് പഠിച്ചു എന്ന് വിചാരിക്കുന്നുണ്ട്. ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി, ഈ ചിത്രം വരക്കാൻ ഐ ഉണ്ടായിരിക്കും, ഇ ഉണ്ടായിരിക്കും, R1 R2. ഇത് മൊത്തം ഐ ആയിട്ട് i മൈനസ് R1, ഇത് മൊത്തം ഇ മൈനസ് R2. ഇത് ഇങ്ങനെ പോവേണ്ടത് ആ ആംഗിൾ ഓഫ് ഡീവിയേഷൻ. മനസ്സിലായല്ലോ? ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? ഇതും കൂട്ടിയാ 180. ആദ്യം ഒരു ക്വാഡ്രിലാറ്റർ എടുത്തു, ഇതും കൂട്ടിയാ 180. ട്രയാങ്കിൾ എടുക്കുന്നു, ഇത് മൂന്നും കൂടി കൂട്ടിയാ 180. സോ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ നോക്കുമ്പോൾ 180, ഇവിടെ നോക്കുമ്പോൾ 180. നമുക്ക് മനസ്സിലായി. അപ്പൊ എ എന്ന് പറയുമ്പോൾ ആരായിരിക്കും? R1 പ്ലസ് R2 ആയിരിക്കും. മനസ്സിലായി? ഓരോന്നിനും ഒരു ഇക്വേഷൻ കൊടുക്കാം. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ മറ്റൊരു ട്രയാങ്കിൾ കൂടി കൺസിഡർ ചെയ്യുന്നു. അവിടെ എന്താ പ്രത്യേകത? ഈ മേലത്തെ ട്രയാങ്കിൾ ആദ്യം താഴത്തത് പിന്നെ മേലത്തെ കൺസിഡർ ചെയ്യുന്നു. അവിടുത്തെ പുറത്തെ ആംഗിൾ ഈക്വൽ ടു സം ഓഫ് ഇന്റീരിയർ ആംഗിൾസ്. സോ ഇങ്ങനെ കിട്ടും. നമുക്ക് ഐനെയും ഇനി ഒരാളാക്കുന്നു, ബാക്കിയുള്ള ആൾക്കാർ മൈനസ് പുറത്തേക്ക് എടുത്ത് എഴുതുന്നു, അവരുടെ പകരം ഞാൻ എ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അവിടെ വെക്കുന്നു. ഇനി എല്ലാവരും മറക്കുന്ന കാര്യമാണ് ഈ മിനിമം ഡീവിയേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. മിനിമം ഡീവിയേഷനിൽ ഇത്ര ആലോചിച്ചാൽ മതി. ഡീനെ നമ്മൾ ഡി എം എന്നും ഐ ഈക്വൽ ടു ഇയും R1 ഈക്വൽ ടു R2 ആവും. ഇത്രയും ആലോചിച്ചാൽ മതി. പറ്റുന്നവരാണെങ്കിൽ ഈ കർവ് ഒന്ന് വരച്ചു കൊടുത്തേക്കാം. ഓക്കെ ആണല്ലോ? സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓരോ ഇക്വേഷനെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 3 എന്തായിട്ട് മാറും? 2r ആയിട്ട് മാറും, R ഈക്വൽ ടു a ബൈ 2. 4 എന്തായിട്ട് മാറും? അവിടുന്ന് ഡി എം ആവും എന്നുള്ള കാര്യം കൂടി ഓർക്കണം. അവിടുന്ന് ഐക്ക് ഒരു ഇക്വേഷൻ കിട്ടും. സ്നെൽസ് ലോ അപ്ലൈ കൊടുക്കുക. ഈ n2 ബൈ n1 സിംപ്ലി n2 എന്ന് വിളിക്കുക. ഇതാണ് പ്രിസം ഫോർമുല. മനസ്സിലായെന്ന് വിചാരിക്കുന്നുണ്ട്. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.